ഇറാൻ പ്രസിഡന്റിന്റെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ ഇറാനെതിരെ പുതിയ ഉപരോധ നീക്കവുമായി അമേരിക്ക. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ വജ്രായുധം പുറത്തെടുത്തു കഴിഞ്ഞു. ഇറാന്റെ വിമാന കമ്പനികൾക്കും ഉപരോധം ശക്തമാക്കുകയാണ് US. ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കും എതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ രംഗത്ത് വന്നതോടെ പോര് മുറുകുകയാണ്. ഇതോടെ യുദ്ധം അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിലായി കാര്യങ്ങൾ. അമേരിക്കയുടെ നീക്കം വളരെ വ്യക്തമാണ്. ഇറാന്റെ വിമാന കമ്പനികളെ ആകാശത്ത് തളച്ചിടുക, വിമാന ഇന്ധനം, കേറ്ററിംഗ്, ലാൻഡിംഗ് ഫീസ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങി ഒരു കാര്യത്തിലും ഇറാനുമായി സഹകരിക്കാൻ പാടില്ലെന്നാണ് ലോകരാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇറാൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെടുന്ന മൂന്നാമതൊരാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കും. പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാനെ മുട്ടുകുത്തിക്കുകയാണ് ലക്ഷ്യം. എക്സിലൂടെയാണ് ബെസൻ ഈ കടുത്ത ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാനെതിരെ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം US ട്രഷറി ചുമത്തും. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്കായി US അപേക്ഷിക്കുകയാണെന്നും അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ USന് കഴിഞ്ഞിട്ടില്ലെന്നും അരാങ്ചി പരിഹസിച്ചു. ലോകത്തിലെ വലിയ സൂപ്പർ പവറിനെയാണ് ഇറാൻ എതിർക്കുന്നത്. അവർ ഇതിലൊരു ലക്ഷ്യം പോലും നേടിയില്ല. അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്കായി അപേക്ഷിച്ചത്. അത് നമ്മൾ പരിഗണിക്കുന്നുണ്ട്, അരാങ്ചി റഷ്യയിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായാണ് അരാങ്ചിയും സംഘവും സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയത്. പാകിസ്ഥാൻ, ഒമാൻ സന്ദർശനങ്ങൾ അരാങ്ചി പൂർത്തിയാക്കിയിരുന്നു. സ്ഥിരവും ശക്തവുമായ സംവിധാനമാണ് ഇറാന്റേതെന്ന് പുടിനുമായുള്ള ചർച്ചയിൽ അരാങ്ചി പറഞ്ഞു. റഷ്യ ഇറാനൊപ്പം നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെയും മേഖലയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ ഇറാന് ഉറപ്പു നൽകി. ഇറാൻ ജനത നിലവിൽ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പുടിൻ നിരീക്ഷിച്ചു. എന്നാൽ രാജ്യം ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നും എത്രയും വേഗം സമാധാനം പുലരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അയച്ച സന്ദേശത്തിന് പുടിൻ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ കരുത്തോടെ തുടരാനാണ് മോസ്കോ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായി റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുടിൻ പറഞ്ഞതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്ക വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങളൊന്നും തന്നെ കൈവരിക്കാൻ കഴിയാത്തതിനാലാണ് ട്രംപ് ചർച്ചകൾക്കായി ശ്രമിക്കുന്നതെന്ന് റഷ്യയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അരാങ്ചി അറിയിച്ചു.